ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ആൻഡമാൻ നിക്കോബാർ. നിക്കോബാറാണ് ഏറ്റവും മനോഹരമെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് അത്ര വേഗം പോകാൻ കഴിയുന്ന സ്ഥലമല്ല അത്. പക്ഷേ ആൻഡമാന് പോയ കഥയാണിന്ന് പറയുന്നത്. എസ്പെഷ്യലി സ്കൂബ ഡൈവിങ്ങിൻ്റെയും അണ്ടർ വാട്ടർ കാഴ്ചകളുടെയും കഥ. സ്കൂബ ഡൈവിങ്ങിന് പോവാണ്. സ്കൂബ ഡൈവിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഈ രൂപത്തിലുള്ള നിങ്ങൾ പ്രഗ്നന്റ് ആണോ, നിങ്ങൾക്ക് ആസ്മ ഉണ്ടോ, അങ്ങനെ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽസ് ചോദിക്കും. അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് യെസ് നോ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൈഗ്നേച്ചർ കൊടുത്തിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ട പോലെ നമ്മുടെ സ്വന്തം റിസ്കിലാണെന്നുള്ള ഒരു സംഭവം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അത് ഇതിൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു പേപ്പർ, ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പേപ്പറും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ട് വേണം. ഏകദേശം അറൗണ്ട് 4000, ആവറേജ് 4000 രൂപ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരുപാട് ടീമുകൾ ഇത് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ഇഷ്ടപ്പെട്ട രീതികൾ, പല രൂപത്തിലുള്ള സാധനങ്ങളുണ്ട് ഈ സ്കൂബയിൽ തന്നെ. അതുപോലെ തന്നെ വ്യത്യസ്ത ഐലൻഡുകളിലും ഇങ്ങനെ സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി സ്കൂബൻ്റെ അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒരു പേടി നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം നമ്മളൊരു 8 മുതൽ 10 മീറ്റർ വരെ താഴ്ചയിലേക്കാണ് പോകുന്നത്. അതേപോലെ വാവ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം എങ്ങനെ ശ്വാസം പിടിക്കാന്നുള്ളൊരു പ്രാക്ടീസും വേണ്ടി വരും. പക്ഷേ അതങ്ങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. നമ്മൾ പോയ സ്ഥലത്ത് ക്യാമറ ക്ലാരിറ്റി കുറവുണ്ട്, പോയ സ്ഥലത്ത് അത്യാവശ്യം കലക്കുണ്ട്. ഒരുപാട് ടീം സ്കൂബ ഡൈവിങ് ചെയ്ത് പോയിട്ടുള്ളൊരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ സ്ഥലം ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് രാവിലെ മോർണിംഗ് ചൂസ് ചെയ്യലായിരിക്കും. കൂടുതൽ മീനുകളുണ്ടാവും, അതുപോലെ തന്നെ വെള്ളം നല്ല ക്ലാരിറ്റിയും കിട്ടും. ഞാൻ ഈവനിങ് സമയത്താണ് ചൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കിതേ പറയാനുള്ളൂ, നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ വന്നത് ഇവരെ ഇതിലാണ്, ഓഷ്യൻ ഡൈവ് സെൻറ്റർ. നമ്മളെ സ്പോൺസർ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ തെഹ്റാൻ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഞങ്ങളുടെ അവരെ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കാം, വെബ്സൈറ്റ് കൊടുക്കാം. നിങ്ങൾ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് കോൺടാക്ട് ചെയ്യുക. ഏകദേശം ഒരു 3500 രൂപയാണ് വരുന്നത്. അതിൻ്റെ കുറഞ്ഞ പാക്കേജുകളുണ്ട്, കൂടിയ പാക്കേജുണ്ട്. ഒരു ആവറേജ് 3500 രൂപയാണ്. പക്ഷേ ആ 3500 ഉണ്ട് എന്നതാണ്. വീഡിയോയിൽ അവരുടെ ഗോപ്രാണെങ്കിലും അത്ര ക്ലാരിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്താ പറയുക, ആ ഒരു അനുഭവിക്കുന്ന സമയത്ത് ആ കടലിലുള്ള വ്യത്യസ്ത കാഴ്ചകൾ, പടച്ചോൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അമേസിങ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള, എന്നേ വരെ കണ്ടിട്ടുള്ള എല്ലാ കളറിലുള്ള മീനുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഒരു മീനിന് തന്നെ ചിലപ്പോൾ ഒരു 10-20 കളറുകൾ കാണുന്ന അത്രയും മനോഹരമായ ഒരു സ്ഥലമായിരിക്കും. അതുപോലെ തന്നെ മറ്റു പല ജീവികളും പവിഴപ്പുറ്റുകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങൾ. അതന്നെ നമ്മൾ പോയത് വെറും ഏകദേശം ഒരു കരയത്ത് ഒരു അല്പം മാറിയിട്ട് ഒരു 10 മീറ്റർ അങ്ങോട്ട് മാറിയിട്ട് 10 മീറ്റർ താഴ്ചയിലേക്ക്, 8 മുതൽ 10 വരെ മീറ്റർ താഴ്ചയിലേക്ക് പോയിട്ടുള്ളൂ. ആ ബിഗിനേഴ്സിന് നിർബന്ധമായിട്ടും മാക്സിമം പോകാൻ പറ്റുന്ന പരിധി എന്ന് പറയുന്നത് 12 മീറ്ററാണ്. അവിടുത്തെ നിയമം അങ്ങനെയാണ്. ഇവിടുത്തെ നല്ല ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് നിയമം. അപ്പോൾ 12 മീറ്ററിന് അടിയിലേക്ക് ആഴം കൂടുതലുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല, ആദ്യം പോകുന്ന ആളുകൾ. അതുപോലെ തന്നെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിൽ തന്നെ ഈ സീഷോർ ഉണ്ട്. അതുപോലെ നമ്മൾ കപ്പലിൽ പോയിട്ട്, ബോട്ടിൽ പോയിട്ട് പിന്നെ ചാടുന്നുണ്ട്. അഥവാ ഒന്നും കൂടെ ഭംഗി കൂടും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത്രയും അടുത്തുനിന്ന് പോയിട്ടാണ് ഇത്രയും മനോഹരമായ ഒരുപാട് ജീവികളെ കാണാൻ കഴിയുന്നത്. അപ്പോൾ കഴിയുന്നവരൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുക. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആൻഡമാൻ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇവരെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ മറ്റേതെങ്കിലും ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. സ്നോർക്കലിംഗ് ഞാൻ പണ്ട് ഇന്തോനേഷ്യയും ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മൾ സ്കൂബ ചെയ്യുമ്പോഴാണ് സ്നോർക്കലിംഗ് ഒന്നുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒന്നുമില്ല എന്നുള്ളൊരു പറച്ചിലാണേ. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ പോയത് സ്നോർക്കലിംഗ് ചെയ്യാനാണ്. ബിരിയാണി തിന്ന് പള്ള നിറച്ച ആളോട് സാദാ ചോറ് വേണോ എന്ന് ചോദിക്കും പോലെയാണ് സ്കൂബ കഴിഞ്ഞിട്ട് സ്നോർക്കലിംഗ് ചെയ്യല്. ബട്ട് ദ പ്ലേസസ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ദ വ്യൂ ഈസ് അമേസിങ്. സോ ഒന്ന് കണ്ടു. അപ്പോൾ ഏതായാലും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.